ഓം സായിറാം. എൻ്റെ പേര് രതീഷ്. ഞാൻ മുംബൈയിലാണ് താമസം. വർഷങ്ങളായി സായി സച്ചരിതം എല്ലാ ദിവസവും മുടങ്ങാതെ ഓരോ ചാപ്റ്റർ വെച്ച് വായിക്കുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ 41 ദിവസത്തെ പാരായണത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ എനിക്കുണ്ടായ ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരു ദിവസം ഞാൻ കുളി കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് പതിവ് പോലെ ഭഗവാന്റെ മുമ്പിൽ സച്ചരിതം ഒരധ്യായം വായിച്ചതിന് ശേഷം പാരായണത്തിൽ എനിക്ക് വായിക്കേണ്ട ചാപ്റ്ററും വായിച്ചു തുടങ്ങി. കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തൊരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഞാനപ്പോഴെല്ലാവരും സാധാരണ ചിന്തിക്കുന്നത് പോലെ ഗ്യാസ് ആയിരിക്കും അല്ലെങ്കിൽ വിലങ്ങിയതായിരിക്കും എന്ന കണക്കൂട്ടലിൽ കാര്യമാക്കിയില്ല. 5 മിനിറ്റ് വീണ്ടും ഇങ്ങനെ പോയി. സച്ചരിതം പാരായണം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ വേദന ശമിക്കുന്നില്ല. പെട്ടെന്ന് എനിക്കൊരു ഉൾവിളി പോലെ ഞാൻ വായന നിർത്തി ബാബയുടെ ഊതി അല്പമെടുത്ത് നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സമയത്ത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ബാബ ഷിർഡിയിലെത്തിയ ആ സന്ദർഭമായിരുന്നു. ഖണ്ഡോബ ക്ഷേത്രത്തിന് മുമ്പിൽ ഇറങ്ങുന്ന ആ ഭാഗം വായിക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏതായാലും ഉതി പുരട്ടി പ്രാർത്ഥിച്ചു. വായന പകുതിയാക്കി. ഞാൻ ഏതായാലും പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നുകയാണ്, പെട്ടെന്ന് തന്നെ ഞാൻ വായന നിർത്തി. അടുക്കളയിലായിരുന്ന ഭാര്യയോട് ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്, ചെറിയൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, നീ പുറകെ വന്നാൽ മതി എന്നും പറഞ്ഞ് ഷർട്ടിട്ട് ഉടനെ തന്നെ പുറത്തിറങ്ങി. ഞങ്ങളുടെ താമസ സ്ഥലത്തു നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്കാണ് പോയത്. ഡോക്ടർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വിവരം പറഞ്ഞു. ഉടനെ ECG എടുത്തു. നല്ല വേരിയേഷൻ ഉണ്ട്, കോംപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ എമർജൻസിയിൽ ഉള്ളിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ICUവിലായിരുന്നു. അപ്പോഴേക്കും ഭാര്യ അവിടെ എത്തി. ഭാര്യയ്ക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. കുളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് അവൾ ആകപ്പാടെ പേടിച്ച് അവിടെ എത്തിച്ചേർന്നപ്പോഴത്തേന് അപ്പം ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ എത്തിയത് നന്നായി, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ്. അത് ബാബയുടെ ഒരു കടാക്ഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 48 മണിക്കൂർ ഒബ്സർവേഷനിലായിരുന്നു. പുറത്ത് അപ്പോഴേക്കും അറിഞ്ഞവരും ബന്ധുക്കളും എല്ലാം കൂടി. ഞാൻ പക്ഷേ അകത്ത് ബാബയെ സ്മരിച്ച് ബാബയുടെ മടിയിലാണ്, ബെഡിലല്ല എന്ന സങ്കല്പത്തിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ചെയ്താൽ പിന്നെ എന്താണ് ചിന്തകൾക്കും ഭയത്തിനും എവിടെയാണ് സ്ഥാനം? ആദ്യം ഉള്ളിൽ കയറിയപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കും, എന്തായിരിക്കും എന്നുള്ളൊരു മനസ്സിലൊരു ടെൻഷൻ. ഏതായാലും ബാബയിൽ ശക്തമായി വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചു. ബാബയെ കൂടെ തന്നെ എൻ്റെ ബെഡിലുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ആ പരമാനന്ദത്തിൽ തന്നെയാണ് കിടന്നിരുന്നത്. ആ 2 ദിവസം അവിടെ കഴിഞ്ഞു. പിന്നീട് വിദഗ്ധമായ ചികിത്സയ്ക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറി. അവിടെയും ഭഗവാൻ കൂടെയുണ്ട് എന്ന ശക്തമായ വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പരിപൂർണമായിട്ട് സുഖമായി വീട്ടിൽ തിരിച്ചെത്തി. ബാബയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. വന്ന് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, പകുതി വായിച്ചു വെച്ച സച്ചരിതം ബാബ ഖണ്ഡോബ ക്ഷേത്രത്തിന് മുമ്പിൽ ഇറങ്ങിയതിന് അവിടെ വരെ ആയിരുന്നല്ലോ വായിച്ചു നിർത്തിയത്, അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ബാബയെ മനസ്സാ സ്മരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വായിച്ചു തീർത്തു. അത് പൂർണ്ണമാക്കി ഞാൻ ഭഗവാന് കോടാനുകോടി നന്ദി പറഞ്ഞ് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ബാബ എത്തിയത് ശരിക്കും എൻ്റെ മനസ്സിലായിരുന്നു ആ സമയത്ത്. കാരണം ഉടനെ തന്നെ പോകാൻ തോന്നിച്ചതും ബാബയുടെ ആ ടൈമിംഗ് ആണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു. ആ സമയം ഞാനത് അവഗണിച്ച് ജോലിക്ക് പോകേണ്ട സമയമായതിനാൽ വണ്ടിയെടുത്ത് പെട്ടെന്ന് പുറത്ത് പോയിരുന്നുവെങ്കിൽ വഴിയിൽ ട്രാഫിക്കിനിടയിൽപ്പെട്ട് എന്തും സംഭവിക്കാവുന്ന സിറ്റുവേഷനായിരുന്നു അത് ഒഴിവാക്കി തന്നത് എൻ്റെ ബാബയാണ്. എന്നിൽ വിശ്വസിച്ചവൻ്റെ അടുത്ത് എവിടെയായിരുന്നാലും ഞാൻ സംരക്ഷിക്കുമെന്ന ബാബാ വചനം അന്വർത്ഥമാക്കുന്നതാണ് എൻ്റെ ഈ അനുഭവം. അത് ഞാൻ ഇന്നും നന്ദിയോടെ ബാബയെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഞാനിതാ ഓർക്കുന്നത്. ബാബ എന്നും കൂടെയുണ്ട്. നമ്മളെപ്പോഴും ബാബയെ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ മതി. നമ്മളെ ദുഃഖത്തിലും ദുരിതത്തിലും എപ്പോഴും താങ്ങായിട്ട് ബാബ കൂടെ ഉണ്ടായിരിക്കും. സായിറാം, സായിറാം. ഓം സായിറാം. ഞാൻ രൂപ. 41 ഡേയ്സിൻ്റെ സച്ചരിത പാരായണത്തിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിന് ഭഗവാന് ഒരുപാട് നന്ദി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് തന്ന സുരേഷ് ജിക്ക് പ്രണാമം. എനിക്ക് 2 പെൺമക്കളാണുള്ളത്.
ഈ സച്ചരിത പാരായണം നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മോളുടെ ഗ്രാജുവേഷൻ നടന്നിരുന്നത്. അത് ഒരു 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോളുടെ ഗ്രാജുവേഷൻ്റെ 2 ആഴ്ച മുമ്പെയാണ് കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഫീസ് മുഴുവൻ അടച്ചാൽ മാത്രമേ അവൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന്. ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സച്ചരിത പാരായണം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ മോളുടെ ഫീസ് മുഴുവൻ അടയ്ക്കാൻ പറ്റി. ഗ്രാജുവേഷനും ഭംഗിയാക്കി ഭഗവാൻ നടത്തി തന്നു. ഭഗവാനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു ബാബ. താങ്ക് യു. ഓം സായിറാം. ഓം സായിറാം. എൻ്റെ പേര് വിനിതാമിനി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. നമ്മുടെ സച്ചരിത പാരായണം തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഭഗവാൻ എനിക്ക് തന്ന അതിശയങ്ങൾ. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, കൃത്യമായി എനിക്കെൻ്റെ EMIകൾ അടയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹം. ആരുടെയും മുമ്പിലും എന്നെ തലകുനിപ്പിക്കാതെ, സാമ്പത്തിക കാര്യങ്ങളിലും വേറെ ഒരു കാര്യങ്ങളിലും ആരുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ ഭഗവാൻ എന്നെ കൊണ്ടുപോകുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശബരിമലയിൽ പോയത്. വളരെ അപ്രതീക്ഷിതമായി ഇപ്രാവശ്യം തുലാമാസം ചിത്ര ആട്ടവിശേഷത്തിൻ്റെ തലേദിവസം എനിക്ക് ശബരിമലയിൽ ദർശനം ചെയ്യാനുള്ള ഭാഗ്യം സായിയപ്പ എനിക്ക് തന്നു. പിന്നെ ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപം, പിന്നെ ഗുരുവായൂർ. ലക്ഷദീപം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപവും ഗുരുവായൂർ കാര്യവും നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് നാളായി, പത്മനാഭസ്വാമി ക്ഷേത്രം എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും എനിക്കിപ്പോൾ പെട്ടെന്ന് പോയി തൊഴാനുള്ള ഒരു സാഹചര്യമല്ല. ഞാനിങ്ങനെ ജോലിയുടെ ഭാഗമായി മിക്കവാറും ട്രിവാൻഡ്രം, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ആ ലക്ഷദ്വീപ് സമയത്ത് ഭഗവാൻ എന്നെ കൃത്യമായി ഇവിടെ കൊണ്ട് എത്തിക്കുകയും സായിയപ്പ ഇവിടെ എത്തിക്കുകയും എനിക്കത് തൊഴാനും കഴിഞ്ഞു. പിന്നെ എനിക്ക് 31 വർഷത്തെ എൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ മോന് ജന്മം കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് കൊണാർക്ക് ടെമ്പിളിൽ പോയി തൊഴണം എന്നുള്ളത്, ഞാൻ വന്ന് തൊഴുമെന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഈ 31 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിലാണ് അത് നടന്നത്. അതോടൊപ്പം ജഗന്നാഥനെയും തൊഴുതു. അപ്പോൾ വിചാരിക്കാത്ത അമ്പല ദർശനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ ഭഗവാനും ഭഗവതിയോ അവർ വിളിച്ചാലേ നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ എല്ലാ തടസ്സങ്ങളും എൻ്റെ സായിയപ്പ എനിക്ക് മാറ്റി തന്നു. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. നന്നായി ദർശനം കഴിഞ്ഞു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴപ്പോഴായിട്ട് അത് ഗ്രൂപ്പിൽ ഇട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു, ദർശിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഇപ്പം വലിയ ഒരു ട്രെമൻഡസ് ഇങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രസീവ് എന്താണ് അങ്ങനെ ഇല്ലെങ്കിലും നമ്മളെ ദിവസവും നമ്മളെ അപ്പ കൊണ്ടുപോകുന്നു. ഒരു ആപത്തില്ലാതെ, ഒരു അപകടങ്ങളില്ലാതെ നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അപ്പോൾ തുടർന്നും നമുക്കെല്ലാവർക്കും എൻ്റെ സായിയപ്പയുടെ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ സുരേഷ്ജിയുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ. ഇപ്പം തന്നെ സായിയപ്പയുടെ അടുത്താണ് നമ്മുടെ സുരേഷ് ബാബ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷം തന്നെയാണ്. ഈ സത്പാരായണം ഇനിയും മുന്നോട്ട് എന്നും ഉണ്ടാകട്ടെ. ഓം സായിറാം. ഓം സായിറാം. എൻ്റെ പേര് യാമിനി. ഞാനും സപ്താഹം നമ്മുടെ പാരായണം ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബാബയിലൂടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത്, എനിക്കൊരു അംഗീകാരം. എന്താ വെച്ചാൽ ഞാനൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓറിഫ്ലെയിം ഇന്ത്യ എന്നുള്ളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കയറി 2 വർഷം ആവാറായെങ്കിലും ഇതുവരെയ്ക്കും എനിക്കൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളുടെ ഈ സപ്താഹം കഴിഞ്ഞതിന് ശേഷം എനിക്കതിനൊരു അംഗീകാരവും ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി. ഞാൻ എറണാകുളം പോയി എനിക്ക് അവിടെ നിന്ന് ഒരു അംഗീകാരം എനിക്ക് കിട്ടാനും സ്റ്റേജിലേക്ക് കയറാനും എല്ലാറ്റിനും എനിക്ക് സാധിച്ചു. അതന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ അടുത്തത് പറയുകയാണെങ്കിൽ, എൻ്റെ മോൾക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതൊന്നും ഇനിയും കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും കൂടെ
ഏകദേശം ഒരു ചെറിയൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ സപ്താഹം കഴിഞ്ഞതിൻ്റെ അന്നത്തെ ദിവസം കിട്ടിയ ഒരു അനുഭവമാണ്. എന്താ വെച്ചാൽ ഞാൻ ഈ സപ്താഹം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തീരെ വിചാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഓം സായിറാം സായിറാം സായിറാം.